കേസ് നടത്താൻ മാത്രം സർക്കാർ 1.5 കോടിയിലേറെ ചെലവിട്ടു. ദൂർത്തടിച്ചത് ഖജനാവിലെ പണം തിരിച്ചടയ്ക്കണമെന്ന് KM ഷാജി. +2 കോഴക്കേസിൽ ഹൈക്കോടതി വിധിക്ക് ശേഷം തന്നെ സമീപിച്ചത് മുഖ്യമന്ത്രിയുടെ ഗുഡ് ബുക്കിലുള്ള ആളാണെന്ന് മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി. അയാളുടെ പേര് വെളിപ്പെടുത്തുന്നില്ല. സൗമ്യനായ മനസ്സിന് ഉടമയാണ് അയാളെന്നും KM ഷാജി പറഞ്ഞു. ദുബായിൽ നിന്ന് തിരിച്ചെത്തിയ ഷാജി കൊച്ചിയിലാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. തനിക്കെതിരെ സുപ്രീം കോടതിയിൽ കേസ് നടത്താൻ മാത്രം സർക്കാർ 1.5 കോടിയിലേറെ ചെലവിട്ടു. തനിക്കെതിരെ കേസ് നടത്തി ദൂർത്തടിച്ചത് ഖജനാവിലെ പണമാണ്. ഇത് തിരിച്ചടയ്ക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും KM ഷാജി പറഞ്ഞു. +2 കോഴക്കേസിൽ ഹൈക്കോടതി വിധിക്ക് ശേഷം CPMലെ ഉന്നതൻ ഒത്തുതീർപ്പിന് സമീപിച്ചെന്ന് KM ഷാജി ഇന്നലെ ആരോപിച്ചിരുന്നു. പിണറായിക്കെതിരായ പരാമർശങ്ങൾ അവസാനിപ്പിക്കണമെന്നായിരുന്നു CPMന്റെ ആവശ്യം. തനിക്കെതിരായ കേസിലെ വിധിയിൽ സുപ്രീം കോടതി മുഖ്യമന്ത്രിയുടെ ഇടലിക്ക് പിടിച്ച് തള്ളുകയാണ് ചെയ്തതെന്നും കേസ് വിജയിക്കൽ അല്ലായിരുന്നു സർക്കാരിന്റെ ലക്ഷ്യമെന്നും ഷാജി വിമർശിക്കുന്നു. പലതവണ കായികമായി ആക്രമിക്കാൻ ശ്രമം നടന്നെന്നും ഷാജി ആരോപിച്ചു. 25 ലക്ഷം രൂപ കോഴ വാങ്ങിയെന്ന പേരിൽ കേസ് നടത്താൻ കോടികളാണ് ചെലവാക്കിയത്. പ്രതികാരത്തിന് വേണ്ടിയാണ് കേസ് നടത്തിയത്. സർക്കാർ ഖജനാവിൽ നിന്നും പൈസയെടുത്തല്ല പ്രതികാരം ചെയ്യേണ്ടത്. ആ പൈസ തിരിച്ചടയ്ക്കാനുള്ള മര്യാദയാണ് പിണറായി കാണിക്കേണ്ടതെന്നും KM ഷാജി പറഞ്ഞു. KM ഷാജിക്കെതിരായ വിജിലൻസ് അന്വേഷണം റദ്ദാക്കിയതിന് എതിരെ സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളിയിരുന്നു. ഹൈക്കോടതി വിധിയിൽ ഇടപെടേണ്ടതില്ലെന്ന് നിരീക്ഷിച്ചായിരുന്നു സുപ്രീം കോടതിയുടെ നടപടി. KM ഷാജി കൈക്കൂലി ആവശ്യപ്പെട്ടതിന് ഒരു മൊഴി പോലും ഇല്ലെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചിരുന്നു. 2014 അഴീക്കോട് സ്കൂളിൽ +2 ബാച്ച് അനുവദിക്കാനായി KM ഷാജി 25 ലക്ഷം രൂപ കൈപ്പറ്റിയെന്നായിരുന്നു വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കേസ്.